നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. സർക്കാരിനും വനം വകുപ്പിനുമെതിരെ ഇടുക്കി രൂപത ബിഷപ്പ്. വന്യജീവി ആക്രമണങ്ങൾ തടയാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം. തൃശൂർ പാലാപ്പള്ളിയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം. അരിക്കൊമ്പനെ കൂട്ടിലാക്കാൻ ഒരുക്കങ്ങൾ തകൃതിയിൽ. മറ്റന്നാൾ മോക്ക് ഡ്രിൽ. ഞായറാഴ്ച മയക്കുവെടിവെക്കും. കൊമ്പൻ പരിയകനാൽ എസ്റ്റേറ്റ് മേഖലയിൽ. മനം കുളിർപ്പിച്ച് ആലിപ്പഴം. ഇടുക്കി ആനയിറങ്കലിൽ മഴ ശക്തം. കണ്ണൂർ പയ്യന്നൂരിൽ ഓൺലൈനിൽ വാങ്ങിയ പടക്കങ്ങൾ പിടിച്ചെടുത്തു. പടക്കം പിടിച്ചെടുത്തത് വ്യാപാരികളുടെ പ്രതിഷേധത്തെ തുടർന്ന്. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ അക്രമാസക്തമായി രോഗി. 2 ജീവനക്കാരെ കുത്തി പരിക്കേൽപ്പിച്ചു. ഡോക്ടർമാരും ജീവനക്കാരും OP ബഹിഷ്കരിച്ചു. നാട്ടുവർത്തമാനത്തിൽ വാർത്തകൾ ഇനി വിശദമായി നോക്കാം. സംസ്ഥാന സർക്കാരിനും വനം വകുപ്പിനും എതിരെ ഇടുക്കി രൂപത ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ. വന്യജീവി ആക്രമണങ്ങൾ തടയാൻ സർക്കാർ ഉണർന്നു പ്രവർത്തിക്കുന്നില്ലെന്ന് ബിഷപ്പ് ആരോപിച്ചു. മലയോര ജനതയുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ ഇനിയെങ്കിലും സർക്കാരും വനംവകുപ്പും തയ്യാറാകണമെന്നാണ് ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പറയുന്നത്. ജില്ലയുടെ പല ഭാഗങ്ങളിലും വന്യജീവി ആക്രമണങ്ങൾ തുടരുമ്പോഴും സർക്കാർ ഉണർന്നു പ്രവർത്തിക്കുന്നില്ല എന്നും ബിഷപ്പ് ആരോപിച്ചു. വാത്തിക്കുടി, ഇരട്ടയാർ പഞ്ചായത്തുകളിൽ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ആഴ്ചകളായി വന്യജീവി ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിന്റെ പ്രതികരണം. പുറത്തിറങ്ങുവാൻ പോലും ആളുകൾക്ക് പേടിയാണ്. തോട്ടങ്ങളിൽ പണിയാനായിട്ട് പോകാൻ പേടിയാണ്. കുട്ടികളെ സ്കൂളിൽ വിടാനായിട്ട് ഭയമാണ്. ഈ വന്യമൃഗ ശല്യത്തിൽ നിന്ന് ജനതയുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുവാനായിട്ട് സർക്കാർ അടിയന്തര ശ്രദ്ധ ചെലുത്തണം. ഹൈറേഞ്ചിന്റെ കുടിയേറ്റക്കാലത്ത് പോലും നേരിടാത്ത പ്രതിസന്ധിയാണ് കാട്ടുമൃഗങ്ങൾ മൂലം ഇപ്പോൾ ജനങ്ങൾ അനുഭവിക്കുന്നത്. ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്ന വിധത്തിൽ നിയമങ്ങൾ പരിഷ്കരിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും ബിഷപ്പ് ആവശ്യപ്പെട്ടു. ന്യൂസ് 18 ഇടുക്കി. ഓപ്പറേഷൻ അരിക്കൊമ്പൻ ദൗത്യത്തിന് തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലേക്ക്. മറ്റന്നാളാണ് മോക്ക് ഡ്രിൽ. 26-ന് രാവിലെ 4-ന് അരിക്കൊമ്പനെ മയക്കുവെടിവെക്കാനുള്ള ദൗത്യം ആരംഭിക്കും. അരിക്കൊമ്പൻ പെരിയകനാൽ എസ്റ്റേറ്റ് പരിസരത്ത് തുടരുകയാണ്. ഭീതി പരത്തുന്ന അരിക്കൊമ്പന് കെണിയൊരുക്കാൻ ആക്ഷൻ പ്ലാൻ തയ്യാർ. 71 അംഗ ദൗത്യസേന 11 ടീമുകളായി തിരിഞ്ഞാണ് അരിക്കൊമ്പനെ പിടിക്കാൻ ഇറങ്ങുക. മറ്റന്നാളാണ് മോക്ക് ഡ്രിൽ. മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനും ജനങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നതിനുമായി പ്രത്യേക യോഗം ചിന്നക്കനാലിൽ ഇന്നലെ ചേർന്നു. 26-ന് ശാന്തൻപാറ, ചിന്നക്കനാൽ പഞ്ചായത്തുകളിലെ ചില വാർഡുകളിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തും. 26-ന് ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാനായില്ലെങ്കിൽ 27-ന് വീണ്ടും ശ്രമിക്കും. അന്ന് SSLC പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തും. അന്ന് SSLC എക്സാം നടക്കുകയാണ്. അപ്പൊ ഈ കുട്ടികളുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ആലോചനയുമുണ്ട്. 4 കുങ്കിയാനകളാണ് ദൗത്യത്തിലുള്ളത്. 2 കുങ്കിയാനകൾ ഉടനെത്തും. നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം നമുക്കിത് വേണം. എങ്കിലേ നമ്മുടെ ആ ഏറ്റെടുത്ത ദൗത്യം പൂർണ്ണമാവുകയുള്ളൂ. നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളും പൂർണ്ണത്തിലേക്ക് എത്തിക്കാമെന്നാണ്. ജനങ്ങൾക്ക് അറിയിപ്പ് നൽകുന്നതിനായി 25-ന് മലയാളം, തമിഴ്, ഗോത്രഭാഷകളിൽ അനൗൺസ്മെന്റ് നടത്തും. ദൗത്യം നടക്കുന്ന ദിവസം ചിന്നക്കനാലിൽ വിനോദസഞ്ചാരികൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തും. റേഷൻ കടയ്ക്ക് സമാനമായ സാഹചര്യങ്ങൾ ഒരുക്കി ആൾതാമസമുണ്ടെന്ന പ്രതീതി ജനിപ്പിച്ച് അരിക്കൊമ്പനെ കീഴ്പ്പെടുത്താനാകുമോ എന്ന ഉദ്യോഗമാണ് ഇനി. ന്യൂസ് 18 ഇടുക്കി. തൃശൂർ പാലപ്പിള്ളിയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങി. കാട്ടാന ഓടിച്ച തോട്ടം തൊഴിലാളിക്ക് ഓടുന്നതിനിടെ വീണ് പരിക്കേറ്റു. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ പ്രസാദിനാണ് പരിക്കേറ്റത്. പാലപ്പിള്ളി പിള്ളയാപ്പാറയിൽ രാവിലെ 7 മണിയോടെയായിരുന്നു ആനയുടെ ആക്രമണം. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ താഴെ വീണ് പ്രസാദിന് പരിക്കേറ്റു. തോട്ടത്തിൽ 15ഓളം കാട്ടാനകളാണ് തമ്പടിച്ചിരിക്കുന്നത്. ഇവയെ തുരത്താൻ വനംവകുപ്പ് ശ്രമം തുടരുകയാണ്. ഒരാഴ്ചക്കിടയിൽ ഇവിടെ മാത്രം കാട്ടാനകളുടെ മുന്നിൽപ്പെട്ട് വീണ് പരിക്കേറ്റത് ദമ്പതികളടക്കം 6 പേരാണ്. ഈ പാല് സംഭരിച്ചു വെക്കുന്ന ഈ റമ്മ മറിഞ്ഞായിരുന്നു. ഞങ്ങളത് പൊക്കാൻ നേരത്തെ പറയുന്ന ആന അടറിക്കൊണ്ട് വരികയായിരുന്നു. ഞങ്ങൾ മുന്നോട്ട് ഓടി. ഞങ്ങൾ 2 സുഹൃത്തുണ്ടായ 2 വഴിക്കാണ് ഓടിയത്.
കൂടി ഈ ആനയുടെ 5-6 ആനക്കൂട്ടം ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ കുട്ടിയാന ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതൽ ദൂരം ഞങ്ങളുടെ പുറകെ ഈ ആന എത്തിയില്ല. ഞങ്ങൾ പെട്ടെന്ന് പോയി ഒരു മരത്തിടിച്ചാൽ താഴോട്ട് വീഴുകയായിരുന്നു. ജനവാസ മേഖലയിൽ ഇറങ്ങി തമ്പടിച്ച കാട്ടാനകൾ കാട് കയറാൻ കൂട്ടാക്കാത്തതിനാൽ തോട്ടം തൊഴിലാളികൾക്ക് റബ്ബർ വെട്ടടക്കമുള്ള പണികൾ നടത്താനും കഴിയുന്നില്ല. മാസങ്ങളായി കാട്ടാനകളുടെ സ്ഥിരം സാന്നിധ്യമുള്ള മേഖലയാണ് പാലപ്പിള്ളി. ന്യൂസ് 18 തൃശൂർ. അപകടകാരികളായ ഒറ്റയാന്മാർ മാത്രമല്ല, കുറുമ്പുകാട്ടി അമ്മയ്ക്കൊത്ത് ഉല്ലസിക്കുന്ന കുട്ടിയാനകളും ചിന്നക്കനാലിലുണ്ട്. ആനയിറങ്കൽ ജലാശയത്തിന് സമീപം മിക്കപ്പോഴും ആനക്കൂട്ടങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകും. തേയിലച്ചെരുവുകളിലൂടെ കുസൃതി കാട്ടി നടന്നു നീങ്ങുന്ന ആനക്കൂട്ടത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇനി. ഇടുക്കിയിലെ ആക്രമണകാരികളായ ഒറ്റയന്മാരിൽ മിക്കവരുടെയും താവളം മതികിട്ടാൻചോല വനമേഖലയാണ്. അരിക്കൊമ്പനൊപ്പം ചക്കക്കൊമ്പനും മൊട്ടവാലിനുമൊക്കെ ഇവിടുത്തുകാരാണ്. ആനയിറങ്കൽ ജലാശയ തീരത്ത് മിക്കപ്പോഴും ഇവരെ കാണാം. കുട്ടിയാനകൾക്കൊപ്പം നീങ്ങുന്ന ആനക്കൂട്ടങ്ങൾ തേയിലച്ചെരുവുകളിലെ പതിവ് കാഴ്ചയാണ്. നാളകളിലെ അരിക്കൊമ്പനും മൊട്ടവാലിനുമൊക്കെ കുട്ടിക്കുറുമ്പന്മാരിലുണ്ട്. ആനക്കൂട്ടങ്ങളുടെ സമീപത്തായി ചിലപ്പോൾ ഒറ്റയാന്മാരുടെ സാന്നിധ്യവും ഉണ്ടാവും. അരിക്കൊമ്പനും ചക്കക്കൊമ്പനുമൊക്കെ ഇവർക്ക് കാവലായി തേയിലച്ചെരുവുകളിലൂടെ നടന്നു നീങ്ങും. പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി ആനയിറങ്കലിൽ അതിശക്തമായ ആലിപ്പഴമഴ. വൻതോതിൽ ആലിപ്പഴം പെയ്തിറങ്ങി. ആനയിറങ്കൽ ജലാശയത്തോട് ചേർന്ന മേഖലയിലാണ് കനത്ത മഴയുണ്ടായത്. ഉച്ച കഴിഞ്ഞാണ് ആനയിറങ്കൽ മേഖലയിൽ മഴ ആരംഭിച്ചത്. 2 മണിക്കൂറോളം മഴ നീണ്ടുനിന്നു. മഴയ്ക്കൊപ്പം വലിയ ആലിപ്പഴങ്ങൾ തുടർച്ചയായി പെയ്തു. തുടർച്ചയായി കല്ല് പതിക്കുന്നതിന് സമാനമായ രീതിയിലാണ് മഴ പെയ്തത്. ആനയിറങ്കൽ ബോട്ടിംഗ് സെന്റർ മേഖലയിലാണ് കൂടുതലായും ആലിപ്പഴം പെയ്തത്. ഇടുക്കി ഹൈറേഞ്ചിലെ വിവിധ മേഖലകളിൽ അതിശക്തമായ മഴയാണ് ലഭിച്ചത്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റുമുണ്ട്. ന്യൂസ് 18 ഇടുക്കി. ഇനി മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. അപകടത്തെ സംബന്ധിച്ചാണ്. വളാഞ്ചേരി വട്ടപ്പാറയിൽ വീണ്ടും അപകടം. നിയന്ത്രണം വിട്ട ലോറി വളവിൽ മറിഞ്ഞു. 1 മാസത്തിനിടെ 9 അപകടങ്ങളാണ് ഈ വളവിൽ ഉണ്ടായത്. കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് ഉള്ളി കയറ്റി വരികയായിരുന്ന ലോറി വളവിൽ നിയന്ത്രണം വിട്ട് കഴിഞ്ഞ ദിവസം മറിഞ്ഞിരുന്നു. വട്ടപ്പാറ വളവിൽ അപകടങ്ങൾ പതിവായിട്ടും പരിഹാര നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. അപകടം ഒഴിവാക്കാൻ ബൈപ്പാസ് നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ വളവിൽ ചരക്ക് വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത്. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ അക്രമാസക്തനായ രോഗി 2 ജീവനക്കാരെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. വയറിന് ഗുരുതരമായി പരിക്കേറ്റ ഹോംഗാർഡിനെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. സംഭവത്തിൽ ഡോക്ടർമാരും ജീവനക്കാരും OP ബഹിഷ്കരിച്ചു. എൻ്റെ ദേഹത്ത് വെട്ടാൻ മുന്നേ ഇന്നിപ്പോൾ തോന്നി പോലീസിനെ വരുന്നില്ല. പോലീസ് അന്നേരം വരുമല്ലോ, അല്ലേ ഡോക്ടർ വരുമല്ലോ. എന്നെ വെട്ടിയെന്ന് പറഞ്ഞാൽ ഡോക്ടറെ കാണിക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഇറങ്ങാതെ പറയുക. കാപ്പിൽ സ്വദേശിയായ ദേവരാജനാണ് ആശുപത്രി ജീവനക്കാരെയും പോലീസിനെയും മണിക്കൂറുകളോളം മുൾമുനയിൽ നിർത്തിയത്. കാലിന് മുറിവേറ്റതിനെ തുടർന്നാണ് ഇയാൾ കായംകുളം താലൂക്ക് ആശുപത്രിയിലെത്തിയത്. ഇവിടെ എത്തിയ ഉടൻ നഴ്സിംഗ് റൂമിൽ അതിക്രമിച്ചു കയറിയ ദേവരാജൻ മുറിയിലുണ്ടായിരുന്ന കത്രികയെടുത്ത് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഒക്സിറേഷനിലോട്ട് കയറി ചെന്നിട്ട് അവിടുത്തെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിസ്റ്റർ ഒക്സിറേഷനകത്ത് നിൽക്കുകയായിരുന്നു. 2 ബെഡിൻ്റെ ഇടയ്ക്കായിട്ട് നിൽക്കുകയായിരുന്നു. അയാൾ ഉടനെ തന്നെ നേരെ അങ്ങോട്ട് കയറി ചെന്ന സിസ്റ്ററിൻ്റെ കൈക്ക് പിടിച്ചു. എന്തുപടി ഡോക്ടർ എന്നും പറഞ്ഞുകൊണ്ട് തെറിയും പറഞ്ഞ് സിസ്റ്ററെ കയറി കൈക്ക് പിടിച്ച വർഷമായപ്പോൾ ഞാനും സെക്യൂരിറ്റിയും കൂടെ ഓടിച്ചെന്ന് എന്തോ കാണിക്കുന്നത് വെളിയിലിറങ്ങുന്നു പറഞ്ഞിട്ടാണ് ഞങ്ങളെ തല്ലാനായിട്ട് വന്ന് സെക്യൂരിറ്റി ചേട്ടനെ പിടിച്ചു മാറ്റാൻ ചെന്നപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞ് എൻ്റെ ദേഹത്ത് ആരെങ്കിലും തൊട്ടാൽ ഇവിടെ കുത്തി കീറുമെന്നും പറഞ്ഞില്ല. തോക്കൊക്കെ വെച്ചിട്ട് തൊണ്ടയ്ക്ക് വെച്ചേക്കുന്ന പോലെ ഭീഷണിപ്പെടുത്തി വെച്ചിട്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ബഹളം കേട്ട് പിടിച്ചുമാറ്റാനാണ് സെക്യൂരിറ്റി ജീവനക്കാരനായ മധുവും ഹോംഗാർഡ് വിക്രമനും എത്തിയത്. എന്നാൽ ദേവരാജൻ കത്രിക ഉപയോഗിച്ച് 2 പേരെയും കുത്തുകയായിരുന്നു. മധുവിന്റെ വലതു കൈക്കും വിക്രമന്റെ വയറ്റിലുമാണ് കുത്തേറ്റത്. അക്രമിയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസുകാരായ ശിവകുമാർ, ശിവൻപിള്ള എന്നിവർക്കും പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ വിക്രമനെ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പിന്നീട് കൂടുതൽ സുരക്ഷാ ജീവനക്കാർ എത്തി ദേവരാജനെ പിടിച്ചുകെട്ടുകയായിരുന്നു. പോലീസ് കസ്റ്റഡിയിലെടുത്ത ദേവരാജൻ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. 2 ദിവസമായി ദേവരാജന് ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. ന്യൂസ് 18 ആലപ്പുഴ.
എറണാകുളത്തുണ്ടായ ബൈക്ക് അപകടത്തിൽ കുന്നമംഗലം സ്വദേശിയായ IT എഞ്ചിനീയർ മരിച്ചു. പതിമംഗലം ചാലിയിൽ സലീമിൻ്റെയും സഫിയയുടെയും മകൻ അലി സലീം ഇസ്മയിൽ ആണ് മരിച്ചത്. 23 വയസ്സായിരുന്നു. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നതിനിടയിലാണ് അപകടം ഉണ്ടായത്. കോഴിക്കോട് അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് യുവതിയെ പീഡിപ്പിച്ചെന്ന കേസിൽ 2 പേർ കസ്റ്റഡിയിൽ. മലപ്പുറം സ്വദേശികളെയാണ് നടക്കാവ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. കാരപ്പറമ്പിലുള്ള ഫ്ളാറ്റിൽ എത്തിച്ച് പാനീയത്തിൽ ലഹരി നൽകി പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി. കോഴിക്കോട് സ്വദേശിയായ സീരിയൽ നടിയാണ് പരാതിക്കാരിയെ പ്രതികളുമായി പരിചയപ്പെടുത്തിയത്. ഈ മാസം 4-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. കണ്ണൂർ പയ്യന്നൂരിൽ കൊറിയർ സർവീസ് വഴി എത്തിച്ച പടക്കങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഓൺലൈൻ ബുക്കിംഗിലൂടെ എത്തിച്ച പടക്കങ്ങൾ പടക്ക വ്യാപാരികളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. പയ്യന്നൂർ പെരുമ്പയിലെ ട്രാവൽ ഏജൻസി ഓഫീസിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പാഴ്സൽ ഏജൻസിയിലാണ് 29 പെട്ടികളിലായി പടക്കങ്ങൾ എത്തിയത്. ഓൺലൈനായി ബുക്ക് ചെയ്തവരുടെ വിലാസത്തിലായിരുന്നു പെട്ടികൾ. പടക്കങ്ങളാണെന്ന് അറിഞ്ഞതോടെ അംഗീകൃത പടക്ക വ്യാപാരികളും മർച്ചന്റ്സ് യൂത്ത് വിംഗ് പ്രവർത്തകരും സ്ഥാപനത്തിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തി. ഒരു കാരണവശാലും ഈ ഓൺലൈൻ പടക്ക വ്യാപാരം നടത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതിയുടെ വിധി മാനിക്കാതെ നമ്മുടെ കച്ചവടത്തിന് ബാധിക്കുന്ന രീതിയിലുള്ള ഓൺലൈൻ വ്യാപാരം വ്യാപകമായി നടക്കുകയാണ്. ഓൺലൈൻ വ്യാപാരം നടത്തുമ്പോൾ അതിന് ലൈസൻസ് ഉണ്ടോ എന്നുള്ള പരിശോധന നടത്തുകയാണെങ്കിൽ അവർ ലൈസൻസ് ഇല്ലാതെ, എക്സ്ക്ലൂസീവ് ലൈസൻസ് ഇല്ലാതെയും അതുപോലെ തന്നെ GST ഇല്ലാതെയുമാണ് ഈ ഓൺലൈൻ വ്യാപാരം നടത്തുന്നത്. പടക്കങ്ങൾ നിറച്ച പെട്ടികൾ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പടക്കം വാങ്ങിയവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. അഗ്നിസുരക്ഷാ ലൈസൻസും എക്സ്പ്ലോസീവ് ലൈസൻസും ഉൾപ്പെടെ നേടിയാണ് പടക്കക്കടകൾ പ്രവർത്തിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി യാതൊരു സുരക്ഷാ മാനദണ്ഡവും പാലിക്കാതെയുള്ള ഓൺലൈൻ പടക്ക വ്യാപാരം അനുവദിക്കാൻ കഴിയില്ല എന്നാണ് വ്യാപാരികളുടെ നിലപാട്. ന്യൂസ് 18 പയ്യന്നൂർ. വിഷുവിപണി ലക്ഷ്യമിട്ട് അനധികൃതമായി വിൽപ്പനയ്ക്ക് എത്തിച്ച ഒരു കണ്ടെയ്നർ ലോറി പടക്കം പിടികൂടി. പാലക്കാട് മണലിയിൽ പടക്കം കച്ചവടത്തിനായി ഇറക്കുന്നതിനിടെയാണ് പാലക്കാട് നോർത്ത് പോലീസ് പിടികൂടിയത്. മതിയായ സുരക്ഷയില്ലാതെ തമിഴ്നാട് ശിവകാശിയിൽ നിന്നും കൊണ്ടുവന്ന ഒരു ലോഡ് പടക്കമാണ് പോലീസ് പിടികൂടിയത്. സംഭവത്തിൽ ലോറി ഡ്രൈവർ തമിഴ്നാട് വിരുതാനഗർ സ്വദേശി മരുതപാണ്ടി, ശിവകാശി സ്വദേശി ജോൺ പീറ്റർ എന്നിവരെ അറസ്റ്റ് ചെയ്തു. പാലക്കാട്ടെ വിവിധ വഴിയോര കച്ചവടക്കാർക്ക് നേരിട്ടും ഏജന്റുമാർ മുഖേനയും പടക്കമെത്തിക്കുന്നവരാണ് ഇവരെന്ന് പോലീസ് പറഞ്ഞു. സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവരുന്ന വാഹനങ്ങൾക്കുള്ള ലൈസൻസോ മതിയായ സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാതെ കൊണ്ടുവന്നതാണ് നടപടിക്ക് കാരണമായത്. പടക്കങ്ങൾക്ക് പുറമെ പൂത്തിരി, കമ്പിത്തിരി, മത്താപ്പ് തുടങ്ങിയ വിവിധ ഉൽപ്പന്നങ്ങളും പെട്ടികളിലാക്കിയാണ് ലോറിയിൽ കൊണ്ടുവന്നത്. അനധികൃതമായി കച്ചവടം ചെയ്യുന്നവർക്കാണ് ഇവർ പടക്കം കൈമാറുന്നത്. 25-ലധികം വരുന്ന വ്യാപാരികൾക്കായാണ് പടക്കം കൊണ്ടുവന്നതെന്ന് പോലീസ് പറഞ്ഞു. 4 സ്ഥലങ്ങളിൽ പടക്കം ഇറക്കിയ ശേഷമാണ് വാഹനം പിടികൂടിയത്. പടക്കം കൈമാറുന്നവർക്ക് കച്ചവടത്തിനാവശ്യമായ ലൈസൻസ് ഇല്ലെന്നും കണ്ടെത്തി. പടക്കം വാങ്ങിയ കച്ചവടക്കാർക്കെതിരെയും നടപടിയെടുക്കും. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 പാലക്കാട്. കൊല്ലം ആര്യങ്കാവ് അരണ്ടലിൽ എസ്റ്റേറ്റ് ജീവനക്കാരനെ കാട്ടാന കുത്തി. ഹാരിസൺ എസ്റ്റേറ്റിലെ പമ്പ് ഓപ്പറേറ്ററായ സോപാലിന് നേരെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് സംഭവം. ഗുരുതരമായി പരിക്കേറ്റ സോപാലിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇടുക്കി വാത്തിക്കുടിയിൽ പുലിയെ പിടികൂടാൻ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. തുടർച്ചയായി വന്യജീവി ആക്രമണം ഉണ്ടായിട്ടും വനംവകുപ്പ് പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കാതെ വന്നതോടെയാണ് നാട്ടുകാർ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചത്. തുടർന്നാണ് കൂട് സ്ഥാപിച്ച് പുലിയെ കെണിയിലാക്കാൻ വനംവകുപ്പ് തീരുമാനിച്ചത്. ഈ മാസം 10 മുതലാണ് വാത്തിക്കുടി പഞ്ചായത്തിലെ മാലിക്കുത്തിൽ വന്യമൃഗ സാന്നിധ്യം കണ്ടു തുടങ്ങിയത്. പിന്നീടുള്ള ദിവസങ്ങളിൽ മൂങ്ങാപ്പാറ, സേനാപതി, വാത്തിക്കുടി ഭാഗങ്ങളിലും പുലിയുടേതിന് സമാനമായ കാൽപ്പാടുകൾ കണ്ടു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി സ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും കാര്യമായ നടപടികളുണ്ടായില്ല. കഴിഞ്ഞ ദിവസം തോപ്രാംകുടിക്ക് സമീപം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോൽസ ചിന്നോയുടെ വീട്ടിലെ ആടിനെ വന്യമൃഗങ്ങൾ ആക്രമിച്ചു. രോഷാകുലരായ നാട്ടുകാർ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള കടുത്ത പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചതോടെ വനംവകുപ്പ് വിഷയത്തിൽ കാര്യമായി ഇടപെടുകയായിരുന്നു. തുടർന്നാണ് കൂട് സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. പീരുമേട്ടിൽ നിന്നും എത്തിച്ച പുലിക്കൂട് മാലിക്കുത്ത് ഭാഗത്ത് സ്ഥാപിച്ചു. നിലവിൽ ഇപ്പോൾ ഈ തോപ്രാംകുടിയുടെ ഇവിടെ നമ്മൾ പല ഭാഗത്തായിട്ട് കണ്ടിട്ടുള്ള പുലിയുടെ കാൽപ്പാടുകളാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതനുസരിച്ചിട്ട് നമ്മൾ അതിൻ്റെ ലൊക്കേഷൻസ് നോക്കിയിട്ട്
ഏറ്റവും അനുയോജ്യമായിട്ട് കണ്ട ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ കൂട് സ്ഥാപിച്ചിട്ടുള്ളത്. പുലിയുടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള ട്രാക്കെല്ലാം നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ ഈ കേജ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നിരീക്ഷണത്തിന് ശേഷം മാറ്റി സ്ഥാപിക്കുകയോ ആവശ്യമെങ്കിൽ മറ്റു കൂടുകൾ സ്ഥാപിക്കുകയോ ചെയ്യുമെന്ന് വൈൽഡ് ലൈഫ് DFO രാജേഷ് പറഞ്ഞു. അതേസമയം ഇരട്ടയാർ പഞ്ചായത്തിലെ ഇടിഞ്ഞുമല അടയാളക്കല്ല് പ്രദേശത്ത് കാൽപ്പാടുകൾ കണ്ടെങ്കിലും കടുവയോ പുലിയോ എന്നുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. വീണ്ടും ഇരട്ടയാർ മേഖലയിൽ വന്യമൃഗാക്രമണം ഉണ്ടായാൽ അവിടെ മറ്റു കൂടുകൾ സ്ഥാപിക്കുവാനും വനംവകുപ്പ് സജ്ജമാണെന്ന് DFO അറിയിച്ചു. കൂട് സ്ഥാപിച്ചതോടെ പ്രദേശവാസികളും ആശ്വാസത്തിലാണ്. ന്യൂസ് 18 ഇടുക്കി. നാട്ടുവർത്തമാനത്തിൽ ഇനിയൊരു ഇടവേള. നാട്ടുവർത്തമാനം തുടരുന്നു. എൻഡോസൾഫാൻ ദുരിതബാധിതർ വീണ്ടും പ്രക്ഷോഭത്തിലേക്ക്. പ്രഖ്യാപിച്ച സൗജന്യ ചികിത്സ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അവതാളത്തിലായ സാഹചര്യത്തിലാണ് സമരവുമായി അവർ വീണ്ടും രംഗത്തെത്തുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി സർക്കാർ പ്രഖ്യാപിച്ച സൗജന്യ ചികിത്സ അവതാളത്തിലായിരിക്കുകയാണ്. നീതി മെഡിക്കൽ സ്റ്റോറുകൾക്ക് 25 ലക്ഷത്തോളം രൂപയാണ് കുടിശ്ശികയായുള്ളത്. ഇവ നൽകിയില്ലെങ്കിൽ സൗജന്യ മരുന്ന് വിതരണം പൂർണ്ണമായും മുടങ്ങും. നിലവിൽ കള്ളാർ പഞ്ചായത്തിൽ മരുന്ന് വിതരണം പൂർണ്ണമായും നിലച്ചു. സർക്കാർ ഫണ്ട് ലഭിക്കാൻ കാലതാമസം വന്നാൽ ആശുപത്രികളിലെ ചികിത്സയും മുടങ്ങുന്ന സ്ഥിതിയാണ് ഉള്ളത്. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി തുക അനുവദിച്ചിട്ടുണ്ടെങ്കിലും നടപടി വൈകുകയാണ്. ചികിത്സ നിഷേധിക്കപ്പെടുന്നതോടെ സാമ്പത്തികമായി പിന്നാക്കാവസ്ഥയിലുള്ള കുടുംബങ്ങൾ പ്രതിസന്ധിയിലാകും. ദുരിതബാധിതരോടുള്ള സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി കാഞ്ഞങ്ങാട് RDO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലേക്കുൾപ്പെടെ സമരം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. കേരള സർക്കാർ ഒരു തീരുമാനമെടുത്തിരുന്നു. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി അവർക്ക് സൗജന്യ ചികിത്സയും മരുന്നും ലഭ്യമാക്കുമെന്ന്. പക്ഷേ അതിന് ഉള്ള ധനസഹായം കൊടുക്കേണ്ട ധനകാര്യ വകുപ്പ് ഇതുവരെ അത് അംഗീകരിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ അത് നടക്കുമോ എന്നുള്ള ഒരു സംശയമാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. 31-നകം അതായില്ലെങ്കിൽ പൂർണ്ണമായും ചികിത്സയും സൗജന്യ മരുന്ന് വിതരണവും നിൽക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് സമരത്തിലേക്ക് വീണ്ടും ഇറങ്ങേണ്ടത്. ഈ മാസം 31-ന് മുമ്പ് തുക അനുവദിച്ചില്ലെങ്കിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ചികിത്സാ സഹായവും നിലയ്ക്കും. ദുരിതബാധിതരെ ആശുപത്രികളിൽ എത്തിക്കുന്ന വാഹനങ്ങളുടെ കരാർ കാലാവധിയും ഈ മാസം 31-ന് അവസാനിക്കും. കരാർ പുതുക്കാനുള്ള നടപടികളും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ന്യൂസ് 18 കാസർഗോഡ്. പത്തനംതിട്ട ചെന്നീർക്കരയിൽ ദാഹമകറ്റാൻ കുടിവെള്ളം പണം കൊടുത്തു വാങ്ങുമ്പോൾ മറുവശത്ത് ലഭിക്കാത്ത വെള്ളത്തിൻ്റെ പണവും കൊടുക്കേണ്ട ഗതികേടിലാണ് ജനങ്ങൾ. കുടിവെള്ളം എത്തിക്കാൻ ജലജീവൻ പദ്ധതി പ്രകാരം പൈപ്പുകൾ സ്ഥാപിച്ചെങ്കിലും ജല അതോറിറ്റിയുടെ അനാസ്ഥ കാരണം വെള്ളം കിട്ടുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. വേനൽ രൂക്ഷമായതോടെ ചെന്നീർക്കര പഞ്ചായത്തിലെ ഉയർന്ന പ്രദേശങ്ങളിലെ പല സ്ഥലങ്ങളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. ജലജീവൻ പദ്ധതി പ്രകാരം പ്രദേശത്ത് പൈപ്പുകൾ സ്ഥാപിച്ച് കണക്ഷൻ നൽകിയിട്ടുണ്ടെങ്കിലും വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ കാരണം കുടിവെള്ളം ലഭിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഈ പദ്ധതിക്ക് നൽകേണ്ട വിഹിതം നൽകുകയും വേണം. കിട്ടാത്ത വെള്ളത്തിന് പണം കൊടുക്കുമ്പോൾ കുടിവെള്ളം കിട്ടണമെങ്കിൽ വേറെ പണം ചിലവാക്കേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾ. വെള്ളമില്ലെന്നേ, വെള്ളം ഒരു വീട്ടിലും വന്നിട്ടില്ല. ആരുടെ വീട്ടിലും വെള്ളം ഇതുവരെയും വന്നിട്ടില്ല. എല്ലാ വീട്ടിലും മാസം ബില്ല് വരുന്നുണ്ട്. പൈസ അടയ്ക്കുന്നുണ്ട്. അടയ്ക്കുന്നവരുണ്ട്, അടയ്ക്കാത്തവരുമുണ്ട്. പഞ്ചായത്തിലെ മിക്ക പ്രദേശങ്ങളിലും കുടിവെള്ളം എത്തിക്കുന്ന പന്നിക്കുഴി, മുരുപ്പ് വാട്ടർ ടാങ്കിന്റെ ശോചനീയാവസ്ഥയും കുടിവെള്ള വിതരണത്തിന് തടസ്സമാകുന്നുണ്ട്. ടാങ്കിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ചാൽ പ്രക്കാനം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വെള്ളമെത്തിക്കാൻ കഴിയും. ഇക്കാര്യത്തിലും നടപടി ഉണ്ടായിട്ടില്ല. 1 തൊട്ട് 7 വരെ വാർഡുകളിലേക്ക് വെള്ളം ലഭിക്കുന്നില്ല. ഈ ടാങ്കിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് മാത്രമേ അതിന് സാധിക്കുള്ളൂ. ഇതിൻ്റെ അവസ്ഥ കണ്ടില്ല, തൂണുമൊക്കെ പോയിരിക്കുകയാണ്. കാരണം മൊത്തത്തിൽ ഒരു ആയിരക്കണക്കിന് കുടുംബങ്ങൾ നിരവധി വാർഡുകളിൽ പ്രക്കാനം മേഖലയിൽ ഉൾപ്പെടെയുള്ള ചെന്നീർക്കര പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം, അതിന് പരിഹാരം അടിയന്തരമായിട്ട് ഉണ്ടാവേണ്ടതാണ്. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചും കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടും BJP നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ സമരം സംഘടിപ്പിച്ചു. ന്യൂസ് 18 പത്തനംതിട്ട. നഴ്സിന്റെ സേവനം ഇല്ലാതെ തിരുവനന്തപുരം കടക്കാവൂർ ഗ്രാമപഞ്ചായത്തിലെ പാലിയേറ്റീവ് കെയർ ഉണ്ടായിരുന്ന നഴ്സ് അവധിയിൽ പ്രവേശിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും പകരം സംവിധാനം ഒരുക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. ഗ്രാമപഞ്ചായത്തിലെ 180ഓളം വരുന്ന കിടപ്പ് രോഗികൾക്ക് ആശ്രയമായിരുന്നു പദ്ധതി. നഴ്സ് ഇല്ലാതായതോടെ ഇവരുടെ കാര്യം ബുദ്ധിമുട്ടിലാണ്. എല്ലാ മാസവും കിടപ്പ് രോഗികളുടെ വീടുകൾ സന്ദർശിച്ച് ആരോഗ്യ പരിപാലനം ഉറപ്പുവരുത്തിയിരുന്നു. പാലിയേറ്റീവ് രോഗികളുടെ ബ്ലഡ് പ്രഷർ, ഷുഗർ ലെവൽ തുടങ്ങിയ ആരോഗ്യസ്ഥിതികൾ പരിശോധിച്ച് ചികിത്സ ഉറപ്പാക്കുന്നതും നഴ്സായിരുന്നു. എന്നാൽ പാലിയേറ്റീവ് നഴ്സ് അവധിയിൽ പ്രവേശിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും പകരം നഴ്സിനെ നിയമിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി ശ്രമിച്ചില്ല. പഞ്ചായത്ത് ഭരണസമിതി കിടപ്പ് രോഗികളോട് കാണിക്കുന്ന അവഗണനയാണിതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. 150ഓളം വരുന്ന
കിടപ്പ് രോഗികൾക്ക് സംരക്ഷണമേകേണ്ട, അവരുടെ ആരോഗ്യ പരിപാലനം ചെയ്യേണ്ട ഈ നഴ്സിൻ്റെ നേതൃത്വത്തിലുള്ള സംവിധാനം ഇന്ന് അവർക്ക് വേണ്ടി കിടപ്പ് രോഗികളെ അവഗണിക്കുന്ന ഒരു നയത്തിലോട്ടാണ് മുന്നോട്ട് പോകുന്നത്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഈ പഞ്ചായത്ത് ഭരണസമിതി ഈ പാവപ്പെട്ട കിടപ്പ് രോഗികളോട് നിഷേധാത്മകമായ സമീപനമാണ് കൈക്കൊള്ളുന്നത്. ഇത്തരത്തിലുള്ള സമീപനം ഒരു ജനാധിപത്യ സംവിധാനത്തിന് യോജിച്ചതല്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അടിയന്തരമായി പാലിയേറ്റീവ് കെയർ നഴ്സിനെ നിയമിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും പ്രതിപക്ഷവും നാട്ടുകാരും പറയുന്നു. ന്യൂസ് 18 കടയ്ക്കാവൂർ. ഇടുക്കി നെടുങ്കണ്ടം കല്ലാർ മേഖലയിൽ മോഷണം പതിവാകുന്നു. കഴിഞ്ഞ ദിവസം കല്ലാറിലെ വ്യാപാര സ്ഥാപനം കുത്തിത്തുറന്ന് മോഷ്ടാക്കൾ ഡിജിറ്റൽ ത്രാസ് അപഹരിച്ചു. നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ കേന്ദ്രീകരിച്ചും മോഷണം നടക്കുന്നതായി പരാതിയുണ്ട്. കളപ്പുരയ്ക്കൽ സെബിയുടെ ഉടമസ്ഥതയിലുള്ള വ്യാപാര സ്ഥാപനത്തിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത്. കടയുടെ പൂട്ട് തകർത്ത് അകത്ത് കിടന്ന മോഷ്ടാക്കൾ 8,000-ഓളം രൂപ വില വരുന്ന ഡിജിറ്റൽ ത്രാസ് അപഹരിച്ചു. പണം സൂക്ഷിക്കുന്ന പെട്ടിയും കുത്തി തുറന്നു. രാവിലെ ഞാൻ വന്ന് കട തുറക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഈ ഡോറ് ഗ്രില്ല് പൂട്ട് പൊളിച്ചിട്ടിരിക്കുന്നതാണ്. നേരെ അകത്ത് കയറിയില്ല. ഞാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു. സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ പോലീസ് പറഞ്ഞു അകത്ത് കയറണ്ട, ഞങ്ങൾ വന്നിട്ട് കയറിയാൽ മതി. പോലീസ് വന്ന് നോക്കിയപ്പോഴാണ് നമ്മുടെ ഫ്രണ്ടിലിരുന്ന ഒരു ത്രാസ് 8,000 രൂപ വില വരുന്ന പുതിയ ത്രാസ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ ഡോറെല്ലാം ഈ മേശയുടെ ഡോറെല്ലാം വലിച്ചു തുറന്നില്ല. അതിനകത്ത് കുറെ ചില്ലറയൊക്കെ കിടന്നു. ബാക്കി വേറെ ഒന്നും കൊണ്ടില്ല. ചില്ലറ നോട്ടൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു. ഏതാനും നാളുകളായി രാത്രികാലങ്ങളിൽ മേഖലയിൽ മോഷ്ടാക്കളുടെ ശല്യം പതിവാണെന്നാണ് നാട്ടുകാരുടെ പരാതി. വീടുകൾക്കും കടകൾക്കും മുൻപിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളിൽ നിന്നും ബാറ്ററിയും ടയറുകളും നഷ്ടപ്പെടുന്നതും പതിവാണ്. മേഖലയിൽ പോലീസ് പരിശോധന കർശനമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 നെടുങ്കണ്ടം. നാട്ടിൽ ചൂട് അസഹ്യമായ മാർച്ച് മാസത്തിൽ കാട്ടിലെ സ്ഥിതിയും ഏറെ വ്യത്യസ്തമല്ല. തൃശൂർ അതിരപ്പള്ളിയിലെ ഉൾക്കാട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൗതുകമുണർത്തുന്നതാണ്. ഏറെ നേരം കാട്ടുജോലിയിൽ കുളിച്ച കാട്ടുകൊമ്പൻ കരയിൽ ഈറ്റകൾ ഒടിച്ചു തിന്നുന്നതും അതും കളിക്കുന്നതുമൊക്കെയുള്ള ദൃശ്യങ്ങൾ കാണാം. രാജു ഗുരുവായൂർ പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്.